ഹായ് ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഓട്ടോകാഡ് ഫയലിലെ അധികം ആരും യൂസ് ചെയ്യാത്ത ഒരു ടൂൾസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. സ്ക്രീനിൽ ഞാനൊരു ഡ്രോയിങ്സ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രോയിങ്സിൽ ഈ ഒരു ഭാഗം ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും ഡ്രോയിങ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോഴാണ് ആ തൊട്ട് മുന്നിൽ ഡിലീറ്റ് ചെയ്ത ആ ഫയൽ നമുക്ക് ആവശ്യമാണെന്ന് തോന്നുകയും അത് തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് CTRL-Z ആണ്. അതിന് പകരം ഞാൻ മറ്റൊരു കീയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വീണ്ടും ഡിലീറ്റ് ചെയ്യാണ്. അതിനുശേഷം ഡ്രോയിങ്സ് നമ്മൾ സാധാ ചെയ്യും പോലെ ഡ്രോയിങ്സൊക്കെ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ഞാൻ ഉദാഹരണത്തിന് വേണ്ടിയാണ് ഇവിടെ റെക്റ്റാങ്കിളൊക്കെ വരയ്ക്കണത്. ഓക്കെ, OOPS എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഓപ്സ് എന്ന ഒരു ഓപ്ഷൻ വന്നതായിട്ട് കാണാം. അത് വന്നതിന് ശേഷം കീബോർഡിൽ എൻ്റർ അടിച്ചാൽ നമുക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ആ ഡിലീറ്റ് ചെയ്ത ആ ഡ്രോയിങ്സ് ഇവിടെ വന്നതായിട്ട് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അതിന് ശേഷം വരച്ച ഡ്രോയിങ്സും അവിടെ കാണാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഓട്ടോകാഡ് ഫയലിൽ ഈ ഒരു ടൂൾസ് നിങ്ങൾ പ്രയോജനപ്പെടുത്തി ശീലമാക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകളുമായി വരുന്നതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.